സഭാവിശ്വാസികൾ ഇനിയും നിസ്സംഗരായിരുന്നിട്ട് കാര്യമില്ല. സഭയെ നശിപ്പിക്കുവാൻ വേണ്ടി ആരിൽ നിന്നൊക്കെയോ അച്ചാരം വാങ്ങി തലമുറകളില്ലാത്ത കൂട്ടങ്ങൾ സഭയെ വിറ്റ് കാശാക്കാനായി ഇറങ്ങി തിരിച്ചിരിക്കുന്നുവെന്നാണ് വിമത വൈദികരുടെ പ്രവർത്തികൾ കാണുമ്പോൾ മനസ്സിലാകുന്നത്. ഇവരെ ഒറ്റപ്പെടുത്തി സഭയിൽ നിന്നും പുറത്താക്കേണ്ട ചുമതല വിശ്വാസികൾക്ക് തന്നെയാണ്. എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ചാട്ടവാറിനടിച്ച് പുറത്താക്കണം. അങ്കമാലിയിൽ വിമത കൂട്ടങ്ങൾ വിശ്വാസികളെ പറ്റിക്കാനായിട്ടാണ് അങ്കമാലിയിലെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ കള്ള നിരാഹാര സമരം നടത്തുന്നത്. 1/4 നൂറ്റാണ്ട് കാലം പാറേക്കാട്ടിൽ ലോബിയുടെ പിന്നണിയിൽ ഇരുന്നിരുന്ന വൈദികനാണ് ഇനി മുൻപിൽ നിന്ന് പട നയിക്കാൻ പോകുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികനായ ഇയാളെ പാറേക്കാട്ടിൽ തന്റെ സ്വാർത്ഥതയ്ക്കു വേണ്ടി രൂപീകരിച്ച ലോബിയുടെ അനന്തര അവകാശിയാക്കുവാൻ പാറേക്കാട്ടിലെ യഥാർത്ഥ ശിഷ്യന്മാരായ മൂവർ സംഘം കണ്ടെത്തിയ യഥാർത്ഥ അനന്തരാവകാശിയാണ്. എറണാകുളം വൈദിക കലാപം ഏറെ മൂർധന്യാവസ്ഥയിലെത്തിയ കഴിഞ്ഞ 7 വർഷക്കാലവും അതിന്റെ പിന്നണിയിലെ ശാക്തിക പ്രചോദകനായിരുന്നു ഈ വിമതൻ. കഴിഞ്ഞ 7 വർഷക്കാലം മുന്നണിയിൽ നിന്ന ആളുകൾ ചവരണം ചെയ്യപ്പെട്ടു. മാധ്യമങ്ങളുടെ മുന്നിൽ പരാജയപ്പെട്ടു നിന്ന സാഹചര്യത്തിലാണ് 2024 ഡിസംബർ 25-ന് 11 മണിക്ക് പൊടുന്നനെ അരമനയുടെ മുന്നിലേക്ക് പ്രസംഗവുമായി എത്തിയത്. അതൊരു സൂചന തന്നെയായിരുന്നു. എറണാകുളം വൈദിക കലാപത്തിൽ ആരോപണം ഉന്നയിക്കപ്പെട്ട അനേക വൈദികരുടെ ഇടയിൽ മാറ്റപ്പെട്ടു നിൽക്കുവാൻ എക്കാലവും ഇയാൾ ശ്രമിച്ചിരുന്നു. എന്നാൽ താൻ പിന്നണിയിൽ നിന്നാൽ വീണ്ടും തന്റെ അനുയായികൾ പരാജയപ്പെടുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടും എക്കാലവും സാമ്പത്തിക സോഴ്സ് ആയിരുന്ന തീവ്രവാദ ശക്തികളെ കൂടി മുന്നോട്ട് കൊണ്ടുവന്നുകൊണ്ട് കലാപം സഭയ്ക്കുള്ളിൽ നടത്തുവാനുമാണ് അദ്ദേഹം മുൻപിലേക്ക് പൊടുന്നനെ എത്തിയത്. അദ്ദേഹം നേതൃത്വം ഏറ്റെടുക്കുന്ന വലിയ ഇവന്റ് ആണ് അങ്കമാലിയിൽ നടക്കുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ എറണാകുളം വൈദിക കലാപത്തിന്റെ രാജാവിന്റെ പട്ടാഭിഷേകമാണ് നടക്കാൻ പോകുന്നത്. എറണാകുളം അങ്കമാലി സിറോ മലബാർ അതിരൂപതയുടെ വിവിധ സ്ഥാപനങ്ങളിൽ ഇത്രയും കാലം നടത്തിയിരുന്ന അധാർമിക പ്രവർത്തനങ്ങൾ നാഷണൽ ഹൈവേക്ക് സമീപമുള്ള പെരുവഴിയിലേക്ക് മാറുന്നു എന്നതാണ് മാറ്റം. ഈ സമരം സ്പോൺസർ ചെയ്യുന്നത് സാമൂഹ്യ വിരുദ്ധ സംഘടനകളാണ് എന്നാണ് വിശ്വാസികൾ പറയുന്നത്. എറണാകുളം കേന്ദ്രീകരിച്ച് ക്രൈസ്തവ വിശ്വാസത്തെ അട്ടിമറിക്കുവാൻ ശ്രമിച്ച സാമൂഹ്യ വിരുദ്ധർക്ക് എത്തുവാനാണ് ഇപ്പോൾ ദേശീയപാതയുടെ ഓരത്ത് പന്തൽ കെട്ടി സമരം നടത്തുന്നത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ബാലിശമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഹൈക്കോടതിക്ക് മുന്നിൽ വഞ്ചി സ്ക്വയറിൽ നടത്തിയ സമരത്തിന്റെ മറ്റൊരു രൂപം മാത്രമാണ് ഹൈവേയുടെ ഓരത്തുള്ള ഈ കുത്തിയിരിപ്പ്. സാമൂഹ്യ വിരുദ്ധരാണ് അങ്കമാലിയിൽ സമ്മേളിക്കാൻ പോകുന്നത്. കത്തോലിക്ക സഭയ്ക്ക് എക്കാലവും ഭീഷണിയായ അന്താരാഷ്ട്ര ഭീകര സംഘടനകളുടെ പിന്തുണയുള്ള അത്തരം വ്യക്തികളും പ്രസ്ഥാനങ്ങളുമാണ് സമരപന്തലിന്റെ സ്പോൺസർമാർ എന്നാണ് വിശ്വാസികളുടെ ആരോപണം.